തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ നിന്ന് 1/4 കിലോ MDMA പിടികൂടി. ബീക്കൺ ലൈറ്റിട്ട് ആംബുലൻസിലായിരുന്നു MDMA കടത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ആദ്യ ഓപ്പറേഷൻ അത് തൃശൂരിൽ നടന്നിരിക്കുന്നു. ഈ ആംബുലൻസിലാണ് ഇത്തരത്തിൽ പ്രതികളെ ഈ MDMA 250 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നത്. നമ്മോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് കൂടി ചേർന്നു. സാർ, ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ആദ്യ ഓപ്പറേഷൻ തൃശൂരിൽ നടന്നിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഒരു വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നത്? ആദ്യമായിട്ട് താങ്ക് യു. ആക്ച്വലി നമുക്ക് ഇത് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നേരത്തെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാംഗ്ലൂരിൽ എന്തെങ്കിലും ഒരു വണ്ടിയിൽ ഇങ്ങനെ MDMA ആയിട്ട് ഒരു സപ്ലൈ തൃശ്ശൂർ സിറ്റിയിൽ വരുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നീട് നമ്മൾ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ചെക്കിംഗ് തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഒരു ആംബുലൻസിൽ കൊണ്ടുവരുന്ന സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ നമുക്ക് വരുന്ന ആംബുലൻസ് ചെക്ക് ചെയ്തു. കുറേ ആംബുലൻസിൽ പ്രത്യേകിച്ച് രോഗികളും പിന്നെ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സംശയാസ്പദ മൂവ്മെൻറ്റും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ബട്ട് ഈ ആംബുലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ സംസാരിക്കുന്ന സമയത്ത് ഡ്രൈവറുടെ കയ്യിൽ നിന്നും ആൻസർസും ബാക്കിയെല്ലാ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെറിയ ഒരു വ്യത്യാസമുണ്ടായി. പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരും രോഗിയെ കൊണ്ട് പോയതാണോ അതോ ഇതിനു വേണ്ടി പോയതാണോ? അല്ല, ഇവരെ ഖാലിയായിട്ട് പോയതാണ്. അവർ രോഗിയെ ഒന്നും ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ടില്ല. ഇവർ ഖാലിയായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഈ സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് തൃശ്ശൂർ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി വന്നായിരുന്നു. അതാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചോദിക്കുന്ന സമയത്ത്. ആംബുലൻസിൽ ഇത് കടത്താൻ വേണ്ടി പോവുക, അവിടുന്ന് ഖാലിയായി തിരിച്ചു വരിക, MDMA വരിക അല്ലേ? അതെ, ഈ നമുക്ക് ബേസിക് മനസ്സിലാവുന്ന ഇതിൻ്റെ അകത്ത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ഖാലിയായിട്ട് പോയി വന്നെങ്കിൽ തന്നെ ആംബുലൻസ് ആയതുകൊണ്ട് പോലീസും ബാക്കി എക്സൈസും ആരും ചെക്ക് ചെയ്യാൻ പോകത്തില്ല. സാഹചര്യത്തിൽ അവിടെ ഈ ടോപ്പ് ലൈറ്റ്, ബീക്കൺ ലൈറ്റും സൈറൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്വാഭാവികമായ രോഗി ഉണ്ടാവും. പിന്നെ ചെക്കിങ്ങും ഇല്ല. അതായതുകൊണ്ട് ഒരു നല്ല പ്രോഫിറ്റബിൾ ആണ്. ബീക്കൺ ലൈറ്റ് ഇട്ടിട്ടായിരുന്നു അവർ വന്ന സമയത്ത് ബീക്കൺ ലൈറ്റ് ഇട്ടിട്ട് വന്നായിരുന്നു. നല്ല സ്പീഡിലായിരുന്നു. നമുക്ക് ഇവിടെ പോലീസും 10-15 പോലീസ് നിന്നിട്ട് ഒരു ചെക്കിങ്ങിന്റെ ആ സമയത്ത് നമുക്ക് അവരെ നിർത്താൻ സാധിച്ചു. പ്രതികളാണല്ലേ സാറേ? അതെ, ഇപ്പൊ പിടിച്ച 2 പ്രതികളാണ്. ഇവരുടെ ഒരു സോഴ്സ് മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്? അതെ, നമുക്ക് ഇതിന്റെ അകത്ത് ബാക്കി ഫോറൻസിക് പരിശോധന, ഇതിന്റെ ഡിജിറ്റൽ എവിഡൻസ് എല്ലാം ട്രേസ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ അകത്ത് ഇവിടെ മൊബൈൽ ഫോണും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് ഇതിനു മുമ്പ് ഇവർ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ ബാക്കി കൂട്ടുപ്രതികളും ഇതിന്റെ ഗൂഢാലോചന ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആരാണ് അതെല്ലാം നോക്കിയിട്ട് നമുക്ക്. അഞ്ചേരി സ്വദേശി, ഒരാൾ വെട്ടിക്കൽ സ്വദേശി. അതെ അതെ അതെ. ഇതിന് മുൻപ് കടത്തിയിട്ടുണ്ടെന്ന്